അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا رسولا يتلو عليكم آيات الله مبينات ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബർക്കത്ത് കൊണ്ട് നമ്മിലും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിലുമുള്ള സകല രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും ത്വലാഖ് സൂറത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച അവസാനത്തെ ആയത്ത് ഒട്ടേറെ ഗ്രാമവാസികളെ അല്ലാഹു തആല നശിപ്പിച്ചത് സംബന്ധമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതിന്റെ കാരണം അവർ അല്ലാഹുവിനെയും അതുപോലെ തന്നെ പ്രവാചകന്മാരെയും നിഷേധിച്ചു. അവരുടെ നിലപാടുകൾക്ക് എതിരുള്ള നിലപാട് അവർ സ്വീകരിച്ചു. അത് കാരണം അല്ലാഹു തആല ശക്തമായ ശിക്ഷയും വിചാരണയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് നൽകി. അവരുടെ പര്യവസാനം പരാജയമായിരുന്നു എന്നതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത്. ഇനി അതിന്റെയൊക്കെ പുറമെ അവർക്ക് അല്ലാഹു തആല നാളെ പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നത് മാരകമായ ശിക്ഷയാണ് എന്ന് ഇന്ന് നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയും അതിനുശേഷം ഈമാനുള്ള ബുദ്ധിയുള്ള ആളുകളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ
ഒരു ഉത്ബോധനത്തെ ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിക്കും. ഇന്ന് ഓതി വച്ച ആയത്ത് നോക്കും. ഈ സാഹചര്യത്തോട് ഏറ്റവും അധികം യോജിച്ചു വന്ന ഒരായത്ത്, അതായത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സന്ദർഭം അള്ളാഹുവിന്റെ തിരുദൂതരെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടിയാണ്. സൂറത്ത് തലാഖിന്റെ ലാസ്റ്റ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുമായി അള്ളാഹുവിന്റെ തിരുദൂതർ വന്നത് എന്തിനാണ് എന്നത് പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് അല്ലാഹു തആല സൂറത്ത് തലാഖിന്റെ അവസാനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഈ ആയത്തിന്റെ തുടക്കം. അല്ലാഹു ഈ ഐഹിക ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ശിക്ഷ നൽകി. അതിന്റെ ശേഷമുള്ള പറയുന്നത് അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ശിക്ഷയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ ശിക്ഷ അല്ലാഹു തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തുടർന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി. അത് നാളെ പരലോകത്ത് വെച്ച്. അതിനുശേഷം അല്ലാഹു തആല പറയുന്നത് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ. ഓ ബുദ്ധിയുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് തഖ്വ വേണം. അല്ലാഹു തആല പറയുന്നു ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബില്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ബുദ്ധിയുള്ളവരായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, ബുദ്ധിയുള്ള ആളുകളോട് വേദം പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് അല്ലാഹു തആല ബുദ്ധിയുള്ള ആളുകളെ വിളിച്ചിട്ട് പറയണം, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയണം, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. എപ്പോഴും അല്ലാഹുവിനെ പറയാനുള്ളൊരു വിഷയമാണല്ലോ. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ജുമുഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ ആ ജുമുഅ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന്റെ ഒരു പ്രധാന ഘടകമാണ് ഖുത്ബ എന്ന് പറയുന്നത്. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് എന്ന് ഖുർആൻ പറയുന്നു. ആ ദിക്ർ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഖുത്ബയാണ്. ആ ഖുത്ബയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്ന്. എല്ലാ പള്ളിയിലും വെള്ളിയാഴ്ച ഖതീബുമാര് സത്യവിശ്വാസികളോട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. അതുകൊണ്ട് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നു. ഇവിടെയും അല്ലാഹു പറയുന്നത്, ബുദ്ധിയുള്ള സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റാ. തീർച്ചയായും അല്ലാഹു നിങ്ങളിലേക്ക് ഒരു ദിക്റിനെ ഇറക്കി തന്നിരിക്കുന്നു. ആ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധമായ ഖുർആൻ. തീർച്ചയായും അല്ലാഹു നിങ്ങളിലേക്ക് ഒരു ദിക്റിനെ ഇറക്കി തന്നിരിക്കുന്നു. ആ ദിക്ർ, ആ ഉത്ബോധനം, അതുകൊണ്ടുള്ള വിവക്ഷ പരിശുദ്ധ ഖുർആൻ. ഖുർആന് നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു നേരിട്ട് ഏൽപ്പിച്ചതല്ല, അത് ഒരു റസൂൽ മുഖേനയാണ്. അതുകൊണ്ടാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്, റസൂലൻ യത്ലൂ അലൈക്കും ആയാത്തുല്ലാഹി മുബയ്യിനാത്ത്. റസൂലൻ യത്ലൂ അലൈക്കും ആയാത്തുല്ലാഹി മുബയ്യിനാത്ത്. ഒരു റസൂലിനെ അല്ലാഹു നിങ്ങളിലേക്ക് അയച്ചു. യത്ലൂ അലൈക്കും ആയാത്തുല്ലാഹി മുബയ്യിനാത്ത്.
അള്ളാഹുവിന്റെ വചനങ്ങളെ ആ റസൂല് നിങ്ങൾക്ക് ഓടിത്തരും. അങ്ങനെയുള്ള റസൂൽ. അപ്പൊ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിനെയും നമ്മിലേക്ക് ഇറക്കി. അതോടുകൂടെ തന്നെ റസൂലിനെ, ആ റസൂൽ മുഖേനയാണ് അള്ളാഹു ഖുർആൻ നമുക്ക് ഇറക്കി തന്നത്. ആ വിശുദ്ധ വചനങ്ങൾ റസൂൽ നിങ്ങളുടെ മേലിൽ ഓടിത്തരും. എന്തിനാണത്? ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി മിനൽ ളുലുമാതി ഇലന്നൂർ. ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന് ഉറപ്പ വെളിച്ചത്തിലേക്ക് സത്യത്തിൽ വിശ്വസിച്ചവരെ, സുഹൃത്തുക്കൾ ചെയ്തവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഖുർആനും റസൂലും എന്തിനാ വന്നത്? രണ്ടും പ്രകാശമാണ്. അതും ഖുർആൻ തന്നെ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പ്രകാശമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു റസൂല് പ്രകാശമാണ് എന്ന് ഖുർആൻ പറയുന്നു. അത് രണ്ടും കൂടി ഒരു വെളിച്ചമാണ്. അതാണ് വിശുദ്ധ ദീൻ. ആ വെളിച്ചം മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ഇരുട്ടുകളാകട്ടെ ധാരാളമാണ്. വെളിച്ചം ഒന്ന് മാത്രമാണ്. അതായത് സത്യം ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് എന്തിനാണ് റസൂൽ വന്നത്? റസൂൽ ഖുർആന്റെ വചനങ്ങൾ നമുക്ക് ഓതി തരുന്നു. എന്തിന്? ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി മിനൽ ളുലുമാതി ഇലന്നൂർ. ഒരുപാട് ഇരുട്ടുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് ഒരൊറ്റ വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി. അതിനാണ് ഉത്ബോധനമാകുന്ന ഖുർആനും ആ ഖുർആന്റെ വചനങ്ങൾ നമുക്ക് എത്തിച്ചു തരാൻ ദൂതരും വന്നത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വമൻ യുഅ്മിൻ ബില്ലാഹ്. തുടർന്ന് അല്ലാഹു പറയുന്നു, വമൻ യുഅ്മിൻ ബില്ലാഹ്. അല്ലാഹുവിൽ ഒരുത്തൻ വിശ്വസിച്ചാൽ, വയഅമൽ സാലിഹാ, സൽപ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യുകയും ചെയ്താൽ, യുദ്ഖിൽഹു ജന്നാത്ത്, അവനെ സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളായി. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അല്ലാഹു നിശ്ചയം അവന്റെ ആഹാരാദി കാര്യങ്ങളെ നന്നാക്കിയിരിക്കുന്നു. ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ശരീഫിനെയും അതുപോലെ നബിയെയും പരാമർശിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ, അതായത് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ അല്ലാഹു അവസാനമായി നിയോഗിച്ച പ്രവാചകരാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ മുഖേന ലോകത്തിൽ അല്ലാഹു അവസാനമായി നൽകിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായത്. ഇനി ഒരു ഗ്രന്ഥം വരില്ല, കാരണം ഇനി ഒരു പ്രവാചകൻ വരില്ല. അല്ലാഹു തആല മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകി ആദരിച്ചവരാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ. 1.25 ലക്ഷം പ്രവാചകർ. അതില് വെറും 25 പേര് മാത്രമാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ചത്. 25 പേർ. ആ 25 പേരിൽ അല്ലാഹു തആല ഏറ്റവും അധികം സ്ഥാനം നൽകുന്നത് യഥാർത്ഥത്തിൽ 25 എന്ന് മാത്രമല്ല, അംബിയാ മുർസലുകളിൽ അല്ലാഹു തആല ഏറ്റവും അധികം സ്ഥാനം നൽകുന്നത് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചം ഒരുപാട് വസ്തുക്കളും, ആകാശങ്ങളും ഭൂമിയും മലക്കുകളും ജിന്നുകളും മനുഷ്യരും, അല്ലാഹുവിന്റെ ലൗഹും അവന്റെ ഖലമും അവന്റെ അർശും അവന്റെ കുർസിയും, ഇതിലൊക്കെ വെച്ച് ആദ്യം അല്ലാഹു സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഒളി, റസൂലിന്റെ പ്രകാശം. ആദ്യമായിട്ട് അല്ലാഹു സൃഷ്ടിച്ചത് അതാണ്. എല്ലാം അതിൽ നിന്നാണ്. അണ്ടകടാഹങ്ങൾ പടക്കപ്പെടാൻ കാരണം അല്ലാഹുവിന്റെ തിരുദൂതർ. ആ അല്ലാഹുവിന്റെ തിരുദൂതരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മൾ നിലകൊള്ളുന്നത്. ആ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിവിശിഷ്ടമായ അതിവിശിഷ്ടമായ മാസം.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തിരുദൂതനെ സംബന്ധിച്ച് ഒട്ടേറെ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റബീഉൽ അവ്വൽ വന്ന സമയം തലാഖ് സൂറത്തിന്റെ ഈ ആയത്തുകൾ വിശദീകരിക്കുന്ന സമയവും രണ്ടും യോജിച്ചു വന്നിരിക്കുന്നു. സഹോദര, നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലാഹു ഈ തിരുദൂതർക്ക് നൽകിയ സ്ഥാനത്തെ പറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ വളരെ സുപ്രധാനമായ ഒരു ഭാഗത്തിലൂടെ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വതവക്കൽ അലൽ അസീസിർ റഹീം الذي يراك حين تقوم وتقلبك في الساجدين. അല്ലാഹു തആല സൂറത്ത് ശുഅറായിലൂടെ അല്ലാഹുവിന്റെ തിരുദൂതരോട് പറയുന്നത് അസീസായ റഹീമായ അല്ലാഹുവിലേക്ക് എല്ലാം തവക്കുലാക്കണമെന്ന് പറഞ്ഞതിന്റെ ശേഷം അവസാനം പറയുന്നത് വതഖല്ലുബക ഫിസ്സാജിദീൻ. സുജൂദ് ചെയ്യുന്ന ആളുകളിലൂടെ, ആളുകളുടെ മുതുകിലൂടെ അതിൽ കടന്നു വന്നതിനെ പറ്റി അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. ആ ആയത്തിന്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഒളിവിനെ അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചു. എന്നിട്ട് അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഴി അതിങ്ങനെ കൈമാറി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ കൈമാറി. അത് ഇബ്രാഹിം നബി വഴി, ഇസ്മായിൽ നബി വഴി, അബ്ദുള്ള, ആമിന ദമ്പതിമാരിലൂടെ അല്ലാഹു പുറത്തു കൊണ്ടുവരും. അതായത് റസൂലുള്ളാഹിന്റെ വാപ്പ, അവരുടെ പിതാവ്, അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തുന്നത് വരെയുള്ള പരമ്പര അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന നല്ലൊരു വിഭാഗമാണ്. അല്ലാഹു റസൂലിന്റെ പിതാക്കളിൽ ആരും മോശപ്പെട്ടവരില്ല എന്നാണ് അതിന്റെ അർത്ഥം, ആയത്തിന്റെ ഉദ്ദേശം. സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഒരു സംശയം വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ തിരുദൂതരുടെ പിതാവ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവ് ആസറിനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? വിഗ്രഹങ്ങൾ ആരാധിക്കരുത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ, അദ്ദേഹം ബഹുദൈവ വിശ്വാസി ആയിരുന്നില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ പിതാക്കളിൽ മോശപ്പെട്ടവരുണ്ടല്ലോ. ഇതിന് രണ്ട് മറുപടിയാണ്. ഒന്ന്, ആസർ പിതൃവ്യനാണ് എന്നാണ് എന്റെ അഭിപ്രായം. അറബിയിൽ പിതൃവ്യനും എളാപ്പ മൂത്താപ്പ മാപ്പു എന്ന് പ്രയോഗിക്കും. അതല്ല, ആസർ എന്നവരിൽ റസൂലുള്ളാഹിന്റെ ഒളിവുള്ള സമയത്ത് അദ്ദേഹം വിഗ്രഹങ്ങൾ ആരാധിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ അത് തന്റെ പുത്രനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടതിന്റെ ശേഷമാണ്, കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ ശേഷമാണ് അദ്ദേഹം വിഗ്രഹങ്ങൾ ആരാധിച്ചത്. അവിടെ വൈരുദ്ധ്യം വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംശുദ്ധരായ സുജൂദ് ചെയ്യുന്ന ഒരു ടീമിന്റെ മുതുകിലൂടെ കടന്നുവന്നു. അപ്പൊ ആദ്യമായിട്ട് റസൂലുള്ളാഹിന്റെ ഒളിവിനെ അല്ലാഹു പടച്ചു എന്നത് തന്നെ റസൂലുള്ളാഹിന്റെ ആ വലുപ്പത്തിലേക്ക് അറിയും. മാത്രമല്ല, അറബികളുടെ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ കാണാൻ അദ്ദേഹം അല്ലാഹുവോട് ദുആ ചെയ്തത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല എടുത്തു ധരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം അല്ലാഹുവോട് ദുആ ചെയ്തത്, അല്ലാഹുവേ, എന്നെയും ഇസ്മായിലിനെയും നിന്നെ അനുസരിക്കുന്നവരിൽ പിന്നീട് അവർ ദുആ ചെയ്യുന്നത്, അവസാനം ഒരു മുസ്ലിം ഉമ്മത്തിനെ നീ കൊണ്ടുവരണം. എന്നിട്ട് ആ ഉമ്മത്തിൽ നിന്ന് ഒരു പ്രവാചകനെ, അവരിൽ നിന്ന് ഒരു പ്രവാചകനെ നീ കൊണ്ടുവരണം. ആ പ്രവാചകനാകട്ടെ അവർക്ക് ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന പ്രവാചകനായിരുന്നു. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നു:
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ ഇബ്രാഹിം നബിയുടെ ദുആയെ അല്ലാഹു എടുത്തു തരിക. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും. നാദാ, ആ ഉമ്മത്തിൽ നിന്ന് അവരിലേക്ക് ഒരു റസൂലിനെ നീ അയക്കണമേ. യത്ലൂ അലൈഹിം ആയാതിക്. ആ റസൂലിന്റെ വചനങ്ങളെ അവർക്ക് ഓതിക്കൊടുക്കും. ആ റസൂൽ നിന്റെ വചനങ്ങളെ അവർക്ക് ഓതിക്കൊടുക്കും. അങ്ങനെയുള്ള ഒരു റസൂലിനെ അവരിലേക്ക് നീ അയക്കണേ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ റസൂൽ അവർക്ക് വേദത്തെയും അതുപോലെ ഹിക്മത്തിനെയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വയുസക്കീഹിം. ആ റസൂല് അവരെ സംസ്കരിക്കും. അങ്ങനെയുള്ള ഒരു റസൂലിനെ നാദാ അവരിലേക്ക് നീ അയക്കണമേ. ഇവിടെ ഇബ്രാഹിം നബി ദ്വാരക്കുന്നത് നമ്മുടെ നബിയുടെ വരവിന് വേണ്ടിയിട്ടാണ്. എല്ലാം ശ്രദ്ധിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രയോ നൂറ്റാണ്ടുകൾക്ക് നമ്മുടെ നബി വരുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? നിന്റെ വചനങ്ങളെ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകനെ അയക്കണേ. ഒരു പ്രവാചകനെ നീ അയക്കണം. ആ പ്രവാചകൻ നിന്റെ വചനങ്ങൾ ആ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കും. മാത്രമല്ല വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ റസൂല് വേദത്തെയും അതുപോലെ തന്നെ ഹിക്മത്തിനെയും അവർക്ക് പഠിപ്പിക്കുന്നതാണ്. അവിടെ വേദം കൊണ്ട് ഉദ്ദേശം ഖുർആനും ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം സുന്നത്തുമാണ്. വേദം ഖുർആൻ, ഹിക്മത്ത് എന്ന് പറയുന്നത് അത് പ്രവാചകരുടെ സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ വാക്കുകൾ, റസൂലുള്ളാന്റെ പ്രവൃത്തികൾ, റസൂലുള്ളാന്റെ മൗനാനുവാദങ്ങൾ, അത് മൂന്നും ഉൾക്കൊള്ളിച്ചു. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ അയക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യും. മാത്രമല്ല ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകൻ. വയുസക്കീഹിം എന്ന് തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ തിരുദൂതർ നമുക്ക് വന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും നമ്മുടെ പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും, പ്രത്യേകിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പ്രത്യേകം നമ്മുടെ നബിയെ പറ്റി പറഞ്ഞു. അതുകൊണ്ടാണ് വേദക്കാര് ഈ നബിയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അതിനെ സംബന്ധിച്ച് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്ലാഹു തആല തൗറാത്തിലും അതുപോലെ തന്നെ ഇൻജീലിലും ഒക്കെ ഈ റസൂലിനെ പറ്റി പരാമർശിച്ചത് അല്ലാഹു തആല ഖുർആനിൽ ഉദ്ധരിക്കുകയാണ്. الذين يتبعون الرسول النبي الأمي. ഉമ്മിയായ നബിയായ റസൂലിനെ പിൻപറ്റിയവരാകുന്നു. അവരെങ്ങനെയാണ് ഈ റസൂലിനെ മനസ്സിലാക്കിയത്? الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തൗറാത്തിലും അതുപോലെ ഇൻജീലിലും പേര് എഴുതപ്പെട്ടതായിട്ട് അവർ ഈ റസൂലിനെ കണ്ടു. മൂസാ നബിക്ക് അല്ലാഹു തആല കൊടുത്ത തൗറാത്ത്, ഈസാ നബിക്ക് അല്ലാഹു കൊടുത്ത ഇൻജീൽ, ഇത് രണ്ടിലും ഈ നബിയുടെ പേര് അവർ കണ്ടു.
എന്ന് മാത്രമല്ല ഈ റസൂൽ വന്നാൽ എന്താണ് ചെയ്യുക എന്നതുപോലും അവർ തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും മനസ്സിലാക്കി. അതെന്താ? യഅ്മുറുഹും ബിൽ മഅറൂഫ്, യഅ്മുറുഹും ബിൽ മഅറൂഫ്. ആ റസൂൽ അവരോട് നല്ലത് കൽപ്പിക്കുന്നതാണ്. വയൻഹാഹും അനിൽ മുൻകർ, ആ റസൂൽ തെറ്റായ കാര്യങ്ങളെ അവർക്ക് വിലക്കുന്നതാണ്. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, ആ റസൂൽ നല്ല കാര്യങ്ങളെ അവർക്ക് അനുവദനീയമാക്കും. വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, വൃത്തികെട്ട കാര്യങ്ങളെ ആ റസൂൽ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നതാണ്. വൃത്തികെട്ട കാര്യങ്ങളെ ആ റസൂൽ അവർക്ക് നിഷിദ്ധമാക്കും. വയലഉ അൻഹും ഇസ്റഹും, അവരിലുള്ള ഭാരങ്ങളെ ആ റസൂൽ അവർക്ക് ഇറക്കി വെച്ചു കൊടുക്കും. മാത്രമല്ല വൽ ഔലാദല്ലതീ കാനത് അലൈഹിം, അവരിലുള്ള ചങ്ങലകളെ റസൂല് വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് തൗറാത്തിലും ഇഞ്ചീലും അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. നല്ലത് കൽപ്പിക്കും, തെറ്റായ കാര്യങ്ങളെ തടയും, അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ ഹലാലാക്കി കൊടുക്കും, വൃത്തികെട്ടതിനെ നിഷിദ്ധമാക്കി കൊടുക്കും. അവരിലുള്ള ഭാരങ്ങളെ ആ റസൂൽ ഇറക്കി വെക്കും, അവരിലുള്ള ചങ്ങലകളെ. ഫല്ലദീന ആമനൂ ബിഹി, അതുകൊണ്ട് ആ റസൂലിൽ വിശ്വസിച്ചവരാരോ, വഅസ്സറൂഹു, ആ റസൂലിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തവരാരോ, വനസറൂഹു, ആ റസൂലിനെ സഹായിക്കുകയും ചെയ്തവരാരോ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിയോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവരാരോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് തുടർന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അല്ലാഹു പറഞ്ഞത്. അവസാനം ചിലർ പറയും അള്ളാഹുവിന്റെ തിരുദൂതരെ, ആ തിരുദൂതരെ കൊണ്ട് വിശ്വസിച്ചാൽ മതി, കുറെ മദ്ഹ് പറയേണ്ട ആവശ്യമില്ല, റസൂലിനെ മഹത്വപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അള്ളാഹു പറയുന്നത് ഫല്ലദീന ആമനൂ ബിഹി, ആ റസൂലിൽ വിശ്വസിച്ചവർ, വഅസ്സറൂഹു, ആ റസൂലിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തവർ, വനസറൂഹു, ആ റസൂലിനെ സഹായിക്കുകയും ചെയ്തവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ റസൂലിനോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവർ. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റസൂലിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ, റസൂലിനെ മഹത്വപ്പെടുത്തുക. മൂന്നാമത്തെ, റസൂലിനെ സഹായിക്കുക. നാലാമത്തത്, റസൂലിനോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ, അതായത് ഖുർആനിനെ പിൻപറ്റുകയും ചെയ്യുക. ഖുർആനും സുന്നത്തും മാത്രം പറഞ്ഞത്. അതിന്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്. ആദരിക്കേണ്ടവരെ ആദരിക്കുക, മഹത്വപ്പെടുത്തേണ്ടവരെ മഹത്വപ്പെടുത്തുക. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ തിരുദൂതരെ പരിപൂർണമായിട്ട് ആ വ്യക്തിത്വത്തെ നമ്മൾ ഉൾക്കൊള്ളണം. സുന്നത്തെടുത്താൽ മാത്രം പോരാ. റസൂല് എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ പരിപൂർണമായി അന്ധമായി സ്നേഹിക്കണമെന്നാണ്, അന്ധമായിട്ട് അനുകരിക്കുകയും. അറ്റമില്ലാത്ത സ്നേഹവും അനുകരണവും നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫിറ്റ്, എല്ലാ നിലക്കും ലോകത്ത് പെർഫെക്റ്റായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അല്ലാഹു ഈ തിരുദൂതരെ കണക്കിലെടുത്തു. അതിന്റെ ഒരു വലിയ രേഖയാണ് സഹോദര, ഇബ്രാഹിം നബി ദുആ ചെയ്തത് ഈ നബിയുടെ വരവിന് വേണ്ടി. തൗറാത്തിലും ഇൻജീലിലും ഈ നബിയുടെ പേര് കൃത്യമായിട്ട് അവസാനം ഒരു നബി വരാൻ പോകുന്നുണ്ട്, അത് അഹ്മദ് നബിയാണ് എന്ന് അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു. റസൂൽ വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് എന്നതുപോലും തൗറാത്തിലും ഇൻജീലിലും പറഞ്ഞു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി. വിവാദം ഉണ്ടാകാൻ കാരണം യഹൂദികൾക്കൊരു തെറ്റുകാരണം, ഈസാ നബി വന്നത് മൂസാ നബിയെ എതിർക്കാനും തൗറാത്തിനെ നിഷേധിക്കാനുമാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി സൂറത്ത് സഫിൽ അല്ലാഹു എടുത്തു തരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ
മുബശ്ശിറൻ നിങ്ങൾ ഓർക്കണം ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹുവിൽ നിന്ന് വന്ന റസൂലാവുക. ഈസാ നബി പറയണം, നമ്മുടെ നബിയുടെ മുമ്പ് വന്ന ഈസാ നബി തന്റെ ജനതയോട് പറയണം, ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹുവിൽ നിന്ന് വന്ന റസൂലാണ്. ഞാൻ വന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്നെന്താ? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തന്റെ മുന്നിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ സത്യപ്പെടുത്താനാണ്. ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകന്റെ വേദഗ്രന്ഥത്തെ എതിർക്കില്ല. ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ എതിർക്കില്ല. കാരണം എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ഈ കാര്യം എല്ലാവരും അംഗീകരിച്ച ലോകത്ത് പ്രശ്നം ഒഴിവായിക്കും. നമ്മൾ തൗറാത്ത് അംഗീകരിക്കും, നമ്മൾ ഇഞ്ചീലും അംഗീകരിക്കും, മൂസാ നബിയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു, ഈസാ നബിയുടെ. ഇതുപോലെ മുഹമ്മദ് നബി അംഗീകരിക്കാൻ ജൂത ക്രിസ്ത്യാനികൾ തയ്യാറായിരുന്നുവെങ്കിൽ എത്ര പ്രശ്നങ്ങളൊക്കെ തീരൂല. ആലോചന നോക്കി. നമ്മൾ ഈസ എന്ന് കേൾക്കുമ്പോഴേക്കാണ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നു, അവർ യേശു ക്രിസ്തു എന്ന് പറഞ്ഞു പോകും. നമ്മൾ മൂസ എന്ന് പറയുമ്പോൾ അലൈഹി ഇസ്ലാം എന്ന് പറയുന്നു. നമ്മൾ ഉലുൽ അസ്മുകൾ എന്ന് പറയപ്പെട്ട 5 പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് അവർ, ഏറ്റവും സ്ഥാനമുള്ള. നമ്മൾ സമ്മതിക്കുക, സത്യം അംഗീകരിക്കുക. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും തൗറാത്തിനെ എതിർക്കില്ല. കാരണം തൗറാത്ത് അള്ളാന്റെ ഗ്രന്ഥമാണ്. ഇന്ന് തൗറാത്തില്ല. ഈസാ നബിന്റെ ഇഞ്ചീലിന്റെ ശേഷം ഖുർആൻ വന്നപ്പോ പിന്നെ ഖുർആനാണ് സ്ഥാനം. അവിടെ ആ വിഷയത്തിൽ അവർക്ക് വാശില്ല. ഈസാ നബി തന്റെ ജനതയോട് പറയുന്നത്, ഞാൻ വന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് തൗറാത്തിനെ സത്യപ്പെടുത്താനാണ്, ഒന്ന് പരിശുദ്ധമായ തൗറാത്തിനെ സത്യപ്പെടുത്താൻ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വമുബശ്ശിറൻ ബിറസൂൽ, ഒരു റസൂല് വരുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ്. ഒരു റസൂല് വരുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതാണ് ആ റസൂൽ? എന്റെ ശേഷമാണ് ആ റസൂല് വരിക. ആ റസൂലിന്റെ പേര് അഹ്മദാകുന്നു. അഹ്മദ് എന്ന പേരുള്ള ഒരു റസൂല് എന്റെ ശേഷം വരും. ആ സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും. മഹാനായ പ്രവാചകരുടെ ഒളിവിനെ അല്ലാഹു തആല ആദ്യം പടച്ചു. അത് ശുദ്ധാത്മാക്കളുടെ ആ മുതുകിലൂടെ കൈമാറി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വെച്ച് ദുആ ചെയ്തു, അവസാനം ഒരു ഉമ്മത്ത് വരണം, ആ ഉമ്മത്തിൽ നിന്ന് ഒരു റസൂൽ വരണം. ഈ റസൂലിന് വേണ്ടി ഈസാ നബിയും മൂസാ നബിയും ഈ റസൂലിന്റെ പേര് കൃത്യമായിട്ട് പരാമർശിച്ചു. അഹ്മദ് നബിയാണ് വരാൻ പോകുന്നത്, മുഹമ്മദ് നബിയാണ്. ആ പേര് തന്നെ എത്ര മനോഹരമാണ്. അഹ്മദ്, മീമു പോയാൽ അഹദ് എന്നായി, ഏകൻ. അള്ളി റസൂലാണ്. അഹ്മദ് സ്തുതിക്കപ്പെട്ടവനാണ്, മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവനാണ്. മുഹമ്മദ് എന്നതിലെ മീമ് അഹ്മദിൽ നിന്ന് മാറിയാൽ അഹദായി. അല്ലാഹു സഹോദരാദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്തപ്പോൾ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു അത്രേ. അവസാനം വരാൻ പോകുന്ന മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ തിരുദൂതര് വളരെ കൃത്യമായിട്ട് അപ്പൊ അള്ളാഹു ചോദിച്ചു അത്രേ, മുഹമ്മദ് നബിയെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അതിന് മറുപടിയായിട്ട് ആദം നബി അല്ലാഹുവോട് പറഞ്ഞത്, അർശിന്റെ താഴെ ഞാൻ കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ അർശിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പേരിനോട് കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുടങ്ങുന്ന ഒന്നാണല്ലോ സഹോദരാ. ബാങ്കിലും ഇഖാമത്തിലും അല്ലാഹുവിന്റെ പേരിന്റെ തൊട്ട് പിറകെ വരുന്നത് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സത്യവിശ്വാസികളുണ്ട്. സത്യവിശ്വാസികളുടെ അടുത്തൊക്കെ നിസ്കാരമുണ്ട്, നിസ്കാരമുള്ള അടുത്തൊക്കെ ബാങ്ക് ഉണ്ടാവും. ബാങ്കുള്ള അടുത്ത് ബാങ്കിൽ ഈ നബിയുടെ പേര് പറയുന്നു, നിസ്കാരത്തിൽ വരുന്നു, ഇഖാമത്തിൽ വരുന്നു, മയ്യത്ത് നിസ്കാരത്തിൽ വരുന്നു. വെള്ളിയാഴ്ചയുടെ ഖുതുബയിൽ ഈ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. വറഫഅനാ ലക ദിക്റക.
ഓ നബിയെ, അങ്ങയുടെ പ്രസിദ്ധിയെ അങ്ങേക്ക് നാം ഉയർത്തി തന്നില്ലയോ? റസൂലിന്റെ പ്രസിദ്ധിയെ അള്ളാഹു ഉയർത്തി എന്നതിന്റെ ഒരു വലിയ രേഖയാണത്. എന്തായിരുന്നാലും ഈ റസൂലിന്റെ പേര് എല്ലാവരും പരാമർശിച്ചു. ഇപ്പൊ പോലീസുകാർക്കൊക്കെ അവസാനത്തെ ആയുധാണ് വെടിവെക്കുക. ഏറ്റവും അവസാനം ചെയ്യലും, നീ ഏറ്റവും ആദ്യം അത് ചെയ്യുന്നോ എന്നാണ് ഇപ്പൊ വിവാദങ്ങളിൽ. യുദ്ധക്കളത്തിലൊക്കെ ചില ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആണവായുധങ്ങളാണല്ലോ ഇന്ന് നാം നേരിടുന്ന വലിയ പ്രശ്നം എന്നാണല്ലോ. ഈ ലോകത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ ആദ്യകാലത്തുള്ള യുദ്ധങ്ങളൊക്കെ നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലായിരുന്നു. വാളും വടി പിടിച്ചിട്ട് മൂസാ നബിയുടെ ആളുകൾ, ഈസാ നബിയുടെ ആളുകളൊക്കെ നേരത്തെ ബഹുദൈവ വിശ്വാസികളോട് ഏറ്റുമുട്ടുന്ന യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിൽ ബഹുദൈവ വിശ്വാസികളോട് ജയിക്കില്ല, പരാജയപ്പെടും എന്നൊരവസ്ഥയിലെത്തുമ്പോൾ അവസാനം ഒരു ആയുധം പുറത്തെടുക്കാറുണ്ട്. ഏറ്റവും അവസാനം അതെന്താ? തൗറാത്ത് കൊണ്ടുവരും. തൗറാത്ത് കൊണ്ടുവന്നിട്ട് ആ തൗറാത്തിൽ നമ്മുടെ നബിയുടെ പേര് പറയുന്ന ഭാഗം, ആ ഭാഗത്തിങ്ങനെ വരലു. അവസാനം ഒരു അഹമ്മദ് നബി വരും, മുഹമ്മദ് നബി വരും എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മുടെ നബിയുടെ പേര് തൗറാത്തിൽ പറഞ്ഞ സ്ഥലത്ത് വരലു. എന്നിട്ട് യുദ്ധകളത്തിലുണ്ട് ശത്രുക്കൾക്കെതിരെ അന്നത്തെ വേദക്കാർക്ക്, അന്നത്തെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളുടെ ഉടമകളായവർക്കൊരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥിക്കാറിയോ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ്ഖി നബിയിക്കല്ലദീ വഅദ്തനാ അൻ തബ്അസഹു ഫീ ആഖിരിസ് സമാൻ അൻ തൻസുറനൽ യൗമ അലാ അദുവിനാ. അല്ലാഹുവേ, അവസാന കാലത്ത് നീ അയക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഈ നബിയുടെ ഹക്ക് കൊണ്ട്, ഈ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, അൻ തൻസുറനൽ യൗമ അലാ അദുവിനാ. ഇന്നത്തെ ദിവസം ശത്രുക്കൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകണം. അവർ ദ്വാരക്കുന്നത് എങ്ങനെ? നേരെ അള്ളാഹുവേ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്നല്ല അവർ ദ്വാരക്കുന്നത്. അവർ ദ്വാ ചെയ്യുന്നത് എങ്ങനെ? അവസാന കാലത്ത് നീ അയക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഈ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണേ. ആദനബി ദുആ ചെയ്തു അങ്ങനെയുള്ള മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു, എന്റെ പാപം പുറത്തു തരണേ എന്ന് തുടങ്ങിയ കേരളത്തിലെ ഉത്തമസ്ഥാനക്കാരായ ആളുകളൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ച് ഇതിനൊക്കെ വെറുതെ എതിർത്തുപ്പമുണ്ട്. പഠിച്ചതിന്റെ ശേഷം പറഞ്ഞ പ്രശ്നം വരില്ല. പഠിക്കുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് പറയും, പിന്നീട് ഖേദിക്കും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുത്തും. ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് ഈ പറയുക. അതൊക്കെ ആരാ ഏൽക്കുന്നതാണ് വരലോകത്ത്? ഉള്ളതുപോലെ സമ്മതിച്ചാൽ മതിയല്ല. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് അള്ളാഹു കൊടുത്ത മഹത്വത്തെ നമ്മൾ ഒരിക്കലും വെട്ടിച്ചൊരിക്കാൻ നോക്കണം, സമ്മതിക്കണം. അപ്പോഴാണ് ഈമാൻ പൂർണ്ണമാകും. അതില്ലാതെ ഒരു നിസ്കാരം കൊണ്ട് മറ്റൊന്നില്ല കാര്യമില്ല. ഇപ്പോ ഒരു അകത്തെ പള്ളിയിൽ ഒരു മഗ്‌രിബിന്റെ ശേഷം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയം റബീഉൽ അവ്വൽ പ്രമാണിച്ചൊരു മൗലിദ് പാരായണം നടക്കുകയാണെങ്കിൽ അതിനെ അവഗണിച്ച് ചില ആളുകൾ പോയി പുറത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കും സുന്നത്ത്. എന്താ കാര്യം? റസൂൽ ഇല്ലെങ്കിൽ സഹോദര അള്ളാഹു പോലും നമ്മളെങ്ങനെ മനസ്സിലാക്കും? ഈ പറയപ്പെട്ട നിസ്കാരം ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത്? പണ്ട് റസൂലിന്റെ സുന്നത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ ചേകനൂർ ഖുർആനെ അംഗീകരിക്കൊള്ളൂ, റസൂലിന് വിശ്വാസമില്ല, അത്ര പഴക്കാൻ സാധ്യത. അപ്പൊ ഈ ഖുർആനോ? പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇന്നത് ഖുർആന്റെ വചനങ്ങളാണ് എന്ന് ആരാ സഹോദര നമുക്ക് എത്തിച്ചു തന്നത്? തിരക്കടില്ല, ഓരോ കോപ്പി നമ്മുടെ വീട്ടിലേക്ക് എത്തിയതാണെങ്കിൽ അള്ളാഹു നേരെ ഖുർആന് ഓരോ കോപ്പി ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണോ? റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ വഹി വരുന്ന സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് ഓതിക്കൊടുക്കുന്ന വചനങ്ങൾ സ്വന്തം ആയിഷ പോലും കേൾക്കൂലായിരുന്നു. സഹോദര, ആരും അറിയില്ല. വഹി വരുന്നത് റസൂലുള്ളാഹിക്ക് മാത്രം. അപ്പൊ ഇന്ന ആയത്തുകൾ ഖുർആനാണെന്ന് അള്ളാന്റെ തിരുദൂതർ നമുക്ക് ഓതി തന്നതല്ലാതെ നമ്മുടെ കൈവശം എന്താ? റസൂലിൽ വിശ്വാസമില്ലെങ്കിൽ ഖുർആനിൽ എങ്ങനെ വിശ്വസിക്കും? റസൂലാണെല്ലാം. അത് മുഖേനയാണ് നമ്മൾക്ക് ഹിദായത്ത് കിട്ടുന്നത്. ഇപ്പൊ നിസ്കാരം എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലായിട്ട് ആരാ പഠിപ്പിച്ചെന്ന്? റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അങ്ങനെ കൈമാറി വന്നതാണ്. റസൂലിന് ജിബ്രീൽ എന്ന മലക്ക് കാണിച്ചു കൊടുത്തു.
ഇന്ന് മറ്റുള്ളവർ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഏതേത് കർമ്മങ്ങളും പ്രവർത്തികളും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനം റസൂലിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ടാണ് അള്ളാഹ് റസൂലിനെ അള്ളാഹു തആല വല്ലാതെ ഉയർത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ പോലും അള്ളാഹു തആല ഖുർആനിൽ ഈ നബിയുടെ പേര് മുഹമ്മദ് എന്ന പേര് ഒരിക്കലും പോലും ഈ നബിയെ അള്ളാഹു തആല അഭിസംബോധന ചെയ്തു. എന്താ ഇതിനർത്ഥം? യാ അയ്യുഹൻ നബി, യാ അയ്യുഹൻ നബി അങ്ങനെ എന്ത് പറഞ്ഞില്ല? യാ മുഹമ്മദ് എന്ന് ഒറ്റവട്ടം പോലും പറഞ്ഞില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബിയുടെ പേര് പറയുന്നു. 4 സ്ഥലങ്ങളിൽ മുഹമ്മദ് എന്ന് പറയുന്നു. അഹ്മദ് എന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിലും പറയുന്നു. അഹ്സാബ് സൂറത്തിൽ അല്ലാഹു തആല മുഹമ്മദ് എന്ന വാക്ക് ഉപയോഗിച്ചു. ആലു ഇമ്രാൻ സൂറത്തിലും അല്ലാഹു തആല മുഹമ്മദ് എന്ന വാക്ക് ഉപയോഗിച്ചു. അതുപോലെ അൽ ഫത്ഹ് സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്തും അതുപോലെ മുഹമ്മദ് സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന വാക്ക് ഉപയോഗിച്ചു. സൂറത്ത് സഫിൽ അല്ലാഹു തആല അഹ്മദ് എന്ന വാക്കും ഉപയോഗിച്ചു. മൊത്തം 5 സ്ഥലങ്ങളിലും. ആലു ഇമ്രാൻ സൂറത്തിൽ 144-ാമത്തെ വചനത്തിലും അഹ്സാബ് സൂറത്തിൽ 40-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഫത്ഹിലെ 29-ാം വചനത്തിലും മുഹമ്മദ് സൂറത്തിലെ 2-ാമത് ആയത്തിലും സൂറത്തു സഫിലെ 6-ാമത് ആയത്തിലും അതിൽ ഒന്ന് അഹ്മദും ബാക്കിയൊക്കെ മുഹമ്മദ്. ഇസ്മി മുഹമ്മദ്, എന്റെ പേര് മുഹമ്മദാണ്. ഇസ്മി അഹ്മദ്, എന്റെ പേര് അഹ്മദുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒട്ടേറെ പേരുകളുണ്ട്, അതിൽ അതിപ്രധാനപ്പെട്ട പേരുകളാണ് മുഹമ്മദും അഹ്മദും. അപ്പൊ നേരത്തെ ഈ റസൂല് വരുന്നതിന് മുമ്പ് തന്നെ ഈ റസൂലിന്റെ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ത്യപ്രവാചകനെ പറ്റി പരിചയപ്പെടുത്തി. അന്ന് വേദക്കാര് ഈ റസൂലിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്തു. ആ ദുആക്ക് അവർക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടാകാൻ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വേദക്കാര് നേരത്തെ ഈ റസൂലിന്റെ പേരിൽ ശത്രുക്കൾക്കെതിരെ സഹായം തേടിയിരുന്നു. പക്ഷെ റസൂല് വന്നപ്പോ അവർ പലരും കൂറുമാറി. അത് ഭൗതിക താല്പര്യമായിരുന്നു. പാരിതോഷികങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന ഒരുപാട് വേദപണ്ഡിതന്മാരുണ്ടായിരുന്നു. റസൂല് വരുന്നത് വരെ തൗറാത്തിലും ഇഞ്ചീലും അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. റസൂല് വന്നപ്പോ അവർ അത് ഒഴിവാക്കി. അവർ ഭയപ്പെട്ടത് ഇനി റസൂലാകുന്ന നേതാവിലേക്ക് ആളുകൾ തിരിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടുന്ന പാരിതോഷികങ്ങൾ കുറയും എന്ന് അവർ ധരിച്ചു. ആ ഒറ്റ കാരണത്താൽ സഹോദര, ആ ഒറ്റ കാരണത്താൽ റസൂലിനെ സംബന്ധിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞ കാര്യങ്ങൾ വേദക്കാർ മറച്ചു. തുച്ഛവിലക്കാണ് അവർ സത്യത്തെ വിറ്റത് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. മറച്ചു വെച്ചു. അങ്ങനെ മറച്ചു വെക്കാൻ പാടില്ല. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ വിശദീകരിച്ച് തലാഖ് സൂറത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, അല്ലാഹു വിശുദ്ധ ഖുർആനിനെ ഇറക്കി. ആ ഖുർആൻ നമുക്ക് ഓതിത്തരുന്ന ഒരു റസൂലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അയച്ചു എന്ന് അല്ലാഹു തആല തുടർന്ന് പറയുകയാണ്. ആ റസൂലിനെ സംബന്ധിച്ച് അല്പം ഞാൻ സൂചിപ്പിച്ചതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സാലിഹാ, ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ യുദ്ഖിൽഹു ജന്നാത്ത്, അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ, അല്ലാഹു തആല അവന്റെ ഉപജീവനത്തെ, അവന്റെ ആഹാരാദി കാര്യങ്ങളെ നന്നാക്കി കൊടുക്കുന്നതാണ്. ഈമാനാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അതുണ്ടെങ്കിൽ വേറെ ഒന്നും പ്രശ്നമില്ല. നല്ല ഈമാനമാണ്. കൊടിഞ്ഞിയിലെ ഫൈസലിനെ പോലെയാവും. കുറഞ്ഞ കാലം കൊണ്ട് ആ സഹോദരൻ നേടിയെടുത്തത് എത്രയാണ് ഒന്നാലോചന. ആളുകളെ ഇടമുറിയാതെ ആ സഹോദരന്റെ ഖബറിന് ദുആ ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും. നോക്കൂ, ആ സത്യവിശ്വാസിയുടെ ആ സഹോദരന്റെ ഒരു ഭാഗ്യം. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ അതിദാരുണമായ ഒരു മരണം അല്ലാഹു നൽകിയെങ്കിലും അൽഹംദുലില്ലാഹ് സത്യവിശ്വാസം സ്വീകരിച്ച ആ സഹോദരന്റെ കരളുറപ്പ്, സ്വന്തം ഭാര്യയ്ക്ക് ആ സന്ദേശം അദ്ദേഹം കൊടുത്തു.
തന്റെ കുട്ടികളും അവസാനം സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ ശത്രുക്കൾ വെട്ടിക്കറക്കി. ഭാഗ്യവാനാണ്, ഈമാനാണ് പരമപ്രദം. വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലൊക്കെ ചിലരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്ലാം സ്വീകരിച്ചു ഉടനെ മരിച്ചു. കൂടുതൽ അമലുകളൊന്നുമില്ല, പക്ഷെ സ്വർഗ്ഗം വല്ലാത്തൊരു ഭാഗ്യം. നമ്മളൊക്കെ എത്ര കാലമായി പല കാര്യങ്ങളും ഒഴുക്കമട്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല ഈമാന് വേണം. സൽപ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ സൽപ്രവർത്തനങ്ങൾ കാരണം സഹോദര ആളുകളെ ആകർഷിപ്പിക്കും. കൊടുഞ്ഞിയിലെ ഫൈസൽ എന്ന പേര് സ്വീകരിച്ചത് തന്റെ ഗഫീലിന്റെ വലിയ മോന്റെ പേരാണ്. അതിലേക്ക് ആകർഷിക്കാനുള്ള കാരണം എന്താ? അവരുടെയും നല്ല പ്രവർത്തനങ്ങൾ. സൗദി അറേബ്യയിലെ ആ അറബികൾ ഈ ആദ്യം ഹൈന്ദവ സഹോദരനായപ്പോ എത്ര നല്ല രൂപത്തിൽ പെരുമാറി, വല്ലാതെ ആകർഷിക്കുക. ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അത് കാരണമാണ്. ആ സഹോദരൻ സത്യത്തിലേക്ക് വന്നതിന്റെ ശേഷം ഖുർആനൊന്നും കൂടുതൽ ഓതാൻ അറിയില്ലല്ലോ. പക്ഷെ ആ സഹോദരൻ പള്ളിയിൽ വന്നാൽ പരിശുദ്ധ ഖുർആൻ എടുത്ത് അതിന്റെ പൊടിയൊക്കെ ഇങ്ങനെ തട്ടി വൃത്തിയാക്കി. അതായിരുന്നു അത്ര ഫൈസലിന്റെ നല്ലൊരു ഫലം. അൽഹംദുലില്ലാഹ് ഒരു 6 മാസം കൊണ്ട് വലുത് നേടി. ദുനിയാവല്ല, ഇവിടത്രയൊക്കെ മതി. ഈമാൻ എന്ന സഹോദരൻ വളരെ പ്രധാനപ്പെട്ടത്. നല്ല കറകളഞ്ഞ വിശ്വാസം. ആ വിശ്വാസം ഒരാളെ മുന്നിലും അടിയറവ് പറയും. എന്തു തന്നെ വന്നാലും ഉറച്ചു. അതോടുകൂടെ ഒരുപാട് സുഹൃത്തുക്കൾ. അല്ലാഹു തആല മുഹമ്മദ് സൂറത്തിൽ സ്വർഗ്ഗത്തിലെ 4 അരുവികളെ പറ്റി പറയുന്നത്. കള്ളിന്റെയും പാലിന്റെയും തേനിന്റെയും ശുദ്ധമായ വെള്ളത്തിന്റെയും അങ്ങനെയുള്ള അരുവികളാണ് താഴ്ഭാഗത്തിലൂടെ ഒഴുകുന്നത്. അങ്ങനെയുള്ള താഴ്വര സഹോദര, അതിന്റെ അടുത്ത് തോട്ടം, മനോഹരമായ വീട്, ഇതൊക്കെ അള്ളാഹു നൽകും. ഖുർആൻ അംഗീകരിക്കണം, പ്രവാചകർ അംഗീകരിക്കണം. നല്ല വിശ്വാസത്തോടുകൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. തുടർന്ന് അല്ലാഹു പറയുന്നത് അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. അല്ലാഹു 7 ആകാശങ്ങളെ പടച്ചവനാകുന്നു. വമിനൽ അർളി മിസ്ലഹുൻ. അതുപോലെ 7 ഭൂമിയെയും സൃഷ്ടിച്ചവനാണവൻ. ആകാശം 7 എന്ന് ഖുർആൻ ഒരുപാട് ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ 6000-ലധികം വചനങ്ങളിൽ ഭൂമി 7 എന്നതിലേക്ക് സൂചന നൽകുന്ന ഒരേ ഒരു ആയത്ത് തലാഖ് സൂറത്തിൽ ഈ പരാമർശം. ആകാശം 7 ഒരുപാട് ആയത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന എന്താ? വമിനൽ അർളി മിസ്ലഹുൻ. അതുപോലെ ഭൂമിയെയും. അപ്പൊ ഭൂമി 7 ഉണ്ട്. അല്ലാഹു ആലം, നമുക്ക് ഗവേഷണം ചെയ്യാൻ കഴിയാത്തത്. ആ ഭൂമിയിലൊക്കെ ഓരോ ആദമുമാർ വേറെയുണ്ട്, ഓരോ മൂസമാർ, ഓരോ ഈസമാർ വേറെയുണ്ട് എന്ന് ഒരു ഹദീസിൽ കാണാം. അല്പം ദുർബലത ഹദീസിലുണ്ടെങ്കിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. ചില ഇമാമുമാരെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി. ഭൂമിയും അതുപോലെ 7. ആകാശം 7 എന്ന് പറഞ്ഞതിന്റെ ശേഷം ഭൂമിയെ പറ്റി പരാമർശിച്ചല്ലോ. അപ്പൊ ഓരോ ഭൂമിയിലും ഓരോ ആദമുമാർ, ഓരോ ഭൂമിയിലും ഓരോ നോഹുമാർ, ഓരോ ഭൂമിയിലും ഓരോ ഈസമാർ, മൂസമാർ. അങ്ങനെയുണ്ട്. അല്ലാഹു അലം, നമുക്കറിയില്ല. അങ്ങനെയൊക്കെ കാണാൻ കഴിയും. എന്തായിരുന്നാലും അല്ലാഹു തആല 7 ആകാശങ്ങളെ പടച്ചു, അതുപോലെ ഭൂമിയെ. യതനസ്സലുൽ അംറു ബൈനഹും. അവകൾക്കിടയിലൂടെ അവന്റെ കൽപ്പനകൾ ഇറങ്ങി വരുന്നു. എന്തിന്? ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടി. وأن الله قد أحاط بكل شيء علما. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് കൊണ്ട് സകല കാര്യങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു എന്ന കാര്യങ്ങളും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു തആല തലാഖ് സൂറത്തിന്റെ അവസാന ഭാഗം 7 ആകാശങ്ങളെ പറ്റിയും ഭൂമിയെ പറ്റിയും പറഞ്ഞു. അതൊക്കെ പറയാൻ എത്ര എളുപ്പമുണ്ട്. 7 ആകാശങ്ങളെ അല്ലാഹു തആല പഠിച്ചത്, അതുപോലെ ഭൂമിയെയും അല്ലാഹു പഠിച്ചത്. സഹോദര, ഒരു ധാന്യത്തെ വെറുതെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ശൂന്യതയിൽ നിന്ന് ഒരു പുലിക്കൊടി ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിൽ നോക്കൂ, ഈ പ്രപഞ്ചം, ആകാശഭൂമികൾ, ഭൂമിയൊന്നുമല്ല, പ്രപഞ്ചത്തെ അപേക്ഷിച്ച് ഭൂമിയൊന്നുമല്ല.
ഈ ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള പരകോടി നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ, ആകാശഗംഗകൾ, ഗാലക്സികൾ, അങ്ങനെ തുടങ്ങി ആകാശത്തും ഭൂമിയിലും കടലിലും സഹോദര കടലിലും അതുപോലെ കരയിലും എന്തൊക്കെ അള്ളാഹു ശ്രദ്ധിച്ചു. അങ്ങനെയുള്ള അള്ളാഹു സകല കാര്യങ്ങളും അറിയുന്നവനാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇന്ന് മൈക്ക് എല്ലാവരും നമ്മളെ പറ്റിച്ചു, അല്ലാതാണ് വലിക്ക തീരെ പറയാൻ കഴിയാത്തൊരവസ്ഥ. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പരിഹരിക്കാം. ഓപ്പറേറ്റർ ഇനി കൊണ്ടേ ഭയങ്കര വലിയ തീരെ പറയാൻ കഴിയില്ല. എനിക്ക് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാകും. ഞാൻ ഉള്ള ഊർജ്ജം മുഴുവൻ അടിച്ച് മിന്നിച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം കിട്ടിയില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടതെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിഹരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാണ്. മരിച്ചുപോയ മാതാവിന്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 313 രൂപ നമ്മുടെ ഒരു സഹോദരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല അത് ഖബൂലാക്കുമാറാവട്ടെ. അതുപോലെ ഇന്ന് ചായക്ക് ചെലവ് ചെയ്തിട്ടുള്ളത് മരിച്ചുപോയ പിന്നെ ഉപ്പാന്റെ പേരിലും അതുപോലെ തന്നെ പെങ്ങളെ പേരിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല അത് ഖബൂലാക്കുമാറാവട്ടെ. അതുപോലെ നിങ്ങൾ ചായ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് നൗഷാദിനോടൊന്ന് പറയണം. അടുത്ത ക്ലാസ്സിന് ആരാ ചായ കൊടുക്കാൻ താല്പര്യമുള്ള പ്രത്യേകം ഒന്ന് അറിയിക്കണം എന്ന് പ്രത്യേകം നിങ്ങളോട് പറയാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായ ഒരു പരീക്ഷ ഉണ്ട്, അതിൽ ഉന്നത വിജയം ലഭിക്കാൻ പ്രത്യേകം ദുആ ചെയ്യാൻ 200 രൂപ ഒരു സഹോദരൻ നൽകിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ആ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ لا إله إلا الله 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 أستغفر الله العظيم 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 اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد اللهم صل اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم اللهم صل على محمد والآل كلهم وسلم